ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷഹാദ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത് ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചാണ്. ഇതൊരു യാത്രക്ക് തൊട്ട് മുമ്പുള്ള ഫോട്ടോയാണ്. ഞാൻ യാത്ര പോകുന്നത് ഇന്ന് കേൾക്കുന്ന ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും മുഖമില്ലാത്ത അതിസുന്ദരമായ മഞ്ഞിൽ പൊതിഞ്ഞ കാശ്മീരിലേക്കാണ്. കാശ്മീർ എത്ര കണ്ടാലും മതി വരാത്ത, പ്രകൃതിയാൽ അത്രമേൽ മനോഹരമായ മറ്റൊരു സ്റ്റേറ്റ്, മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. കാശ്മീർ അത്രമേൽ പ്രകൃതിയാൽ മനോഹരമാണ്. ഒരു തീവ്രവാദികൾക്കും ഒരു ഭീകരവാദികൾക്കും നമ്മുടെ മണ്ണ് വിട്ടുകൊടുക്കുകയുമില്ല. മനുഷ്യർ രണ്ട് വിഭാഗക്കാരാണെന്ന് മനസ്സിലാക്കുക. നല്ല ചിന്താഗതി മനസ്സിൽ കൊണ്ട് നടക്കുന്ന നല്ല മനുഷ്യരും മോശം ചിന്താഗതി മനസ്സിൽ കൊണ്ട് നടക്കുന്ന നീച മനുഷ്യരും. ഈ രണ്ട് വിഭാഗക്കാർ എല്ലാ മതത്തിലും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഹിന്ദുവിലും മുസൽമാനിലും ക്രിസ്ത്യാനിയിലും നമുക്കിവരെ കാണാൻ കഴിയും. മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ തരംതിരിക്കുന്ന വർഗീയവാദികളും തീവ്രവാദികളും എല്ലാ മതക്കാരിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എൻ്റെ മതം എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ മറ്റുള്ളവരുടെ മതങ്ങൾ അവരവർക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വതയും ബുദ്ധിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞാൻ ചെയ്ത യാത്രയെക്കുറിച്ച് പറയാം. ഞാൻ ബഹ്റൈനിൽ നിന്നും എൻ്റെ കുടുംബം കേരളത്തിൽ നിന്നുമാണ് കാശ്മീരിലേക്ക് വരുന്നത്. Hi guys. ജനുവരി 16 അങ്ങനെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അത് കഴിഞ്ഞ് കൃത്യം 3 മാസം കഴിയുമ്പോഴാണ് പഹൽഗാമിലെ കാശ്മീരിലെ ഭീകരാക്രമണം നടക്കുന്നത്. ബഹ്റൈനിൽ നിന്നും കാശ്മീരിലെത്തി എൻ്റെ കുടുംബത്തെ കണ്ടപ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. തിരിച്ച് അവർക്കും ഞാനിങ്ങനെ പറയാം. ഹായ് ഗായ്സ്, ഇതാ ദേവനിതാ. അച്ചൂക്കാനോട് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? Hi guys. Hello my guys. Hi guys. നമ്മളിപ്പോ കാശ്മീർ പഹൽഗാമിലാണ് guys. Hi guys. Yo. നമ്മളിപ്പോ ഇതാ കാശ്മീരാണുള്ളത്, പെഹൽഗാമിലാണ് guys. നമ്മള് രാത്രി വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് guys. വൈബ് ചായ കുടിക്കാറിയാണ്. വണ്ടി വരുന്നുണ്ട് guys. നമുക്ക് സൈഡ് നോക്കാം. guys, Kashmir street. Hello guys, Alpha Sum Saidalenu. Yo guys, food is.
കുളിപ്പിച്ച തണുത്ത വെള്ളത്തിൽ മൂത്രയിക്കാൻ വരെ പറ്റിയിട്ടില്ല. അതിന് ചൂടുള്ളത് കുളിപ്പിക്കാൻ ഹീറ്ററിന്റെ റൂമില് ഇല്ലെങ്കിൽ കെറ്റില് വെള്ളം പതിപ്പിച്ചിട്ട് തണുത്ത വെള്ളം സാധന അക്കു ഓരോന്ന് വന്നിച്ച കൊണ്ടുവന്ന പെട്ടി പണിക്കെട്ടറിയാം അങ്ങനെ കളിക്കണ്ട. മൊവ്രാഹ് എന്ന പ്രദേശത്തെ ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. പിറ്റേന്ന് കാലത്ത് ഫ്രഷായി ഞങ്ങൾ ബൈസാരൻ ഫോറസ്റ്റ് അവിടെ കുതിര സവാരി നടത്താൻ പോയി. ഈ സ്ഥലങ്ങൾ കാടുകളും കുന്നുകളാലും മൂടപ്പെട്ടതാണ്. തീവ്രവാദികൾ ഒളിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇതിൽപ്പെടും. ജനുവരിയിലായതുകൊണ്ട് തന്നെ മഞ്ഞിൽ മൂടപ്പെട്ടതായിരുന്നു എല്ലാ കാടുകളും. കാടുകളുടെ അടിഭാഗത്തു നിന്നും തുടങ്ങുന്ന യാത്ര വ്യത്യസ്ത തരം പാക്കേജുകളായിട്ട് നമുക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോ സ്ഥലങ്ങൾ കാണാനും വ്യത്യസ്ത തരം പ്രൈസുകളാണ്. മറ്റൊരു പ്രത്യേകത, ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കുതിര സവാരി അല്ലാതെ പറ്റുകയില്ല എന്നുള്ളതാണ്. അവിടുത്തെയുള്ള സാധാരണക്കാരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ കുതിര സവാരിയും അതിൽ നിന്ന് കിട്ടുന്ന പൈസയും. തീവ്രവാദികളാൽ ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ആളുകൾക്ക് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാത്തതിനും ഇത് ഒരു കാരണമാണ്. സൽമാൻ ഭീകരാക്രമണവും തീവ്രവാദവും ബാധിക്കുന്നത് കാശ്മീരിലെ സാധാരണ ജനങ്ങളെയാണ്. ടൂറിസം മേഖലയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന സാധാരണ ജനങ്ങളെ ഇത് ബാധിക്കുന്നു. അതുകൊണ്ടാണ് കാശ്മീരിലെ ഭൂരിഭാഗ ജനങ്ങൾ തീവ്രവാദത്തെ ഒറ്റക്കെട്ടായി ഈ സമയത്ത് എതിർക്കുന്നത്. കാടെ അനസെ സെക്കീർ അസ്ലമേ ഇങ്ങോട്ട് പോരി കാശ്മീരിലെ നല്ല ഫ്രഷ് സാധനം. ഞാൻ നാട്ടിൽ കുത്തിന് സമയം പോയിക്കാം. ഞാൻ എടുക്കോ അക്ബറെ സുനീറെ മുനീറെ ഇങ്ങോട്ട് പോരി. നിങ്ങൾ നല്ല അടിപൊളി 1ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്. ഐസ് തിന്നു.
ഒരുപാട് പ്രതീക്ഷയോടെ അവിടെ പോയി മരണപ്പെട്ടവരെ ഈ നിമിഷം ഓർക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദികളെയും ഭീകരവാദികളെയും ശക്തമായ രീതിയിൽ നമ്മുടെ രാജ്യം എതിർക്കും, രാജ്യത്തെ ജനങ്ങൾ എതിർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയ് ഹിന്ദ്.